നമസ്കാരം. ടീസ് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 2022 ഏപ്രിൽ ബാച്ചിൻ്റെ NIOSൻ്റെ എക്സാമുകൾ ഏറെക്കുറെ അവസാനിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ബിസിനസ് സ്റ്റഡീസിൻ്റെ എക്സാം കൂടിയേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഹിസ്റ്ററി ആയിരുന്നു ഏറ്റവും ടഫ്. അതുപോലെ സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും ഇംഗ്ലീഷും മലയാളം എല്ലാം ഒരുവിധം എളുപ്പമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്താണ് ഇനി വരുന്ന ഒക്ടോബർ ബാച്ച് എങ്കിലും ആദ്യം മുതലേ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഇവർക്ക് പറ്റിയതുപോലെ ഒരു അബദ്ധം ലാസ്റ്റിൽ പഠിക്കാമെന്ന് കരുതി ഇരിക്കരുത്. ആദ്യമേ തന്നെ എന്ത് ചെയ്യുക, ഓരോ ചാപ്റ്ററും നന്നായിട്ട് മനസ്സിലാക്കുക. മിക്ക കുട്ടികളും ബിസിനസ് സ്റ്റഡീസിൻ്റെ ക്ലാസ് എടുക്കാമോ എന്ന് ചോദിച്ചു, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനെങ്കിലും പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിരുന്നു. എൻ്റെ കയ്യിൽ ടെക്സ്റ്റോ ഗൈഡോ മറ്റു ഉപാധികളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ക്ലാസ് എടുത്തു തരാത്തത്. അടുത്ത ഒക്ടോബർ ബാച്ചിന് വേണ്ടിയിട്ട് ബിസിനസ് സ്റ്റഡീസിൻ്റെ ക്ലാസ് കൂടി എടുക്കാൻ ഞാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ഹിസ്റ്ററി ഒരുപാട് പഠിക്കാനായിട്ടുണ്ട്. നിങ്ങൾ അവസാനം പഠിക്കാമെന്ന് കരുതിയിരിക്കരുത്. എല്ലാവരും ആദ്യമേ തന്നെ ഓരോ ചാപ്റ്ററായിട്ട് പഠിച്ചു തുടങ്ങുക. ഇനി മുതൽ ഞാൻ ഇത്രയും നാളും നമ്മുടെ ചാനലിൽ സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസിൻ്റെയും ക്ലാസ്സുകൾ മാത്രമായിരുന്നു ചെയ്തിരുന്നത്. ഇനി മുതൽ ഹിസ്റ്ററി ഫസ്റ്റ് ചാപ്റ്റർ മുതൽ തന്നെ നിങ്ങൾക്ക് ഹിസ്റ്ററിയുടെ ക്ലാസ്സുകൾ കൂടി ചെയ്യുന്നതാണ്. എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ ടെക്സ്റ്റിൽ എത്ര മൊഡ്യൂളായിട്ടാണ് തിരിച്ചിരിക്കുന്നതെന്നും അതുപോലെ തന്നെ ഓപ്ഷണൽ മൊഡ്യൂൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മൊഡ്യൂൾ ഫസ്റ്റ് ഏൻഷ്യൻ്റ് ഇന്ത്യ, രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ മിഡീവൽ ഇന്ത്യ, പിന്നെ മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് മോഡേൺ ഇന്ത്യ, അത് കഴിഞ്ഞ് നാലാമത്തേതിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് കണ്ടംപററി ഇന്ത്യ, മൊഡ്യൂൾ 5 20th സെഞ്ച്വറി വേൾഡ്, പിന്നെ വരുന്നതാണ് ഓപ്ഷണൽ മൊഡ്യൂൾ എയും അതുപോലെ മൊഡ്യൂൾ 6A അതായത് 6Aയും മൊഡ്യൂൾ 6Bയും. 6Aയിൽ വരുന്നത് ഇവാലുവേഷൻ ഓഫ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ, അതുപോലെ 6Bയിൽ വരുന്നത് കൾച്ചർ ഇൻ ഇന്ത്യ. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഒക്ടോബർ ബാച്ചുകാർ ആദ്യമേ തന്നെ പഠിച്ചു തുടങ്ങുക. ഓരോ ചാപ്റ്ററും നന്നായിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അതിലെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതി സൂക്ഷിക്കുക. ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിൽ നിന്ന് കിട്ടുന്ന വർഷങ്ങൾ എഴുതി സൂക്ഷിക്കുക. എല്ലാം കൂടി അവസാനം നിങ്ങൾക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് പഠിക്കാനായിട്ട് അത് ഉപകരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് മൊഡ്യൂൾ 1ലുള്ള ഏൻഷ്യൻ്റ് ഇന്ത്യ, അതിൽ നിന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതാണ്. അതായത് ഇന്ത്യൻ ചരിത്രത്തിൻ്റെ അവലോകനം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിൽ ഒന്നാമത്തെ ജാതകാസ്. വാട്ട് ആർ ജാതകാസ്, അല്ലെങ്കിൽ ജാതകാസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. അതായത് ജാതകാസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ശ്രീബുദ്ധനെ കുറിച്ച് പറയേണ്ടി വരും. ബുദ്ധമത സ്ഥാപകനാണ് ആരെന്ന് പറയുന്ന ശ്രീബുദ്ധൻ. അദ്ദേഹം ഒരു സന്യാസിയും മത ആചാര്യനും കുഞ്ഞുനാൾ മുതൽ ഭയങ്കരമായിട്ട് മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളിലും വേദനകളിലും ഒക്കെ മനം നൊന്തിരുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിഷമങ്ങളിലൊക്കെ കണ്ട് ദുഃഖിച്ചിരുന്ന ഒരാളായിരുന്നു അല്ലേ. ചെറുതിലേ തന്നെ രാജകീയ സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഈ മനുഷ്യൻ്റെ ദുഃഖത്തിനുള്ള കാരണം തേടിപ്പോവുകയൊക്കെ ചെയ്ത വ്യക്തിയാണ്, അത് നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു ബുദ്ധമതത്തിൻ്റെ അങ്ങനെയുള്ളൊരു സ്ഥാപകൻ തന്നെയായിരുന്നു ആരെന്ന് പറയുന്ന ശ്രീബുദ്ധൻ. അപ്പോൾ എന്താണ് ജാതകാസ് എന്ന് നമുക്ക് നോക്കാം. അതായത് മനുഷ്യരൂപത്തിലും മൃഗരൂപത്തിലുമുള്ള ഗൗതമ ബുദ്ധൻ്റെ മുൻ ജന്മങ്ങളെക്കുറിച്ചുള്ള ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരു വലിയ സാഹിത്യ ശേഖരണമാണ് ജാതക കഥകൾ. അതായത് ഭാവിയിലെ ബുദ്ധൻ ഒരു രാജാവായോ ഭ്രഷ്ടനായോ അല്ലെങ്കിൽ ദൈവമായോ ആനയായോ ഒക്കെ പ്രത്യക്ഷപ്പെട്ടേക്കാം. എന്നാൽ ഏതു രൂപത്തിലും കഥ അതുവഴി ഉൾക്കൊള്ളുന്ന ചില ഗുണങ്ങളും അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. അപ്പോൾ ശ്രീബുദ്ധൻ്റെ മുൻജന്മങ്ങളെക്കുറിച്ചുള്ള ഒരു വലിയ സാഹിത്യ ശേഖരണത്തെയാണ് എന്തെന്ന് പറയുന്നത് ജാതകാസ്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ശ്രീബുദ്ധൻ്റെ പഴയകാല ജന്മങ്ങളുമായി ബന്ധപ്പെട്ട കഥകളാണ് ജാതകാസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആർക്കിയോളജിയെക്കുറിച്ചാണ്. ഡിഫൈൻ ആർക്കിയോളജി. പുരാവസ്തുശാസ്ത്രം എന്നാൽ എന്താണ്? നമുക്കറിയാം, ഭൗതിക അവശിഷ്ടങ്ങളുടെ പഠനത്തെയാണ് നമ്മൾ പുരാവസ്തുശാസ്ത്രം എന്ന് പറയുന്നത്. ഫോസിലുകൾ, പൗരാണിക അവശിഷ്ടങ്ങൾ, കരകൗശല വസ്തുക്കൾ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഭൗതിക അവശിഷ്ടങ്ങളായി കണക്കാക്കുന്നത്. ഭൂമിക്കടിയിൽ കിടക്കുന്ന ഭൗതിക അവശിഷ്ടങ്ങളെ ഖനനം ചെയ്തെടുക്കുന്നു അല്ലെ, കുഴിച്ചെടുത്തതിന് ശേഷം പുറത്തെടുത്തതിന് ശേഷം അതിൻ്റെ സൂക്ഷ്മമായി പരിശോധിച്ച് അവയുടെ കാലപ്പഴക്കം, അതുപോലെ തന്നെ അവ ചരിത്ര നിർമ്മിതിക്ക് എത്ര കണ്ടുപയോഗപ്പെടുത്താമെന്നൊക്കെ നമ്മൾ നോക്കുന്നതാണ്. ഒരു കാലഘട്ടത്തിലെ സംസ്കാരത്തിൻ്റെ പൂർണ്ണ വിവരം കിട്ടാൻ നമുക്ക്
ആർക്കിയോളജി വഴി കഴിയും എന്നാണ് പറയുന്നത്. അപ്പോൾ ഭൗതിക അവശിഷ്ടങ്ങളുടെ പഠനത്തെയാണ് പുരാവസ്തു ശാസ്ത്രം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് അതിന് സഹായിക്കുന്നത്? ഫോസിലുകൾ, പൗരാണിക അവശിഷ്ടങ്ങൾ, കരകൗശല വസ്തുക്കൾ, ഇവയാണ് പ്രധാനപ്പെട്ട ഭൗതിക അവശിഷ്ടങ്ങളിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഭൂമിക്കടിയിൽ കിടക്കുന്ന ഈ ഭൗതിക അവശിഷ്ടങ്ങളെ ഖനനം ചെയ്ത് പുറത്തെടുത്തതിന് ശേഷം സൂക്ഷ്മമായി പരിശോധിച്ച് ചരിത്ര നിർമ്മിതിക്കായി ഉപയോഗിക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏത് കാലഘട്ടത്തെക്കുറിച്ചാണോ അല്ലെങ്കിൽ ആ ഭൗതിക അവശിഷ്ടങ്ങളിൽ നിന്നും അത് ഏത് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവയാണെന്നും ഒരു കാലഘട്ടത്തിലെ സംസ്കാരത്തിൻ്റെ പൂർണ്ണ വിവരം കിട്ടാനും നമുക്ക് സഹായകമായി മാറുന്നു. മനസ്സിലായല്ലോ? നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗിവ് ആൻ അക്കൗണ്ട് ഓൺ ഉപനിഷത്സ്. അറിയാം, ഉപനിഷത്തുക്കളെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കുക. വേദത്തിൻ്റെ അവസാന ഭാഗങ്ങൾ, വേദത്തിൻ്റെ അന്തിമ ഭാഗങ്ങളെയാണ് ഉപനിഷത്ത് എന്നറിയപ്പെടുന്നത്. ഇത് അതീവ ഗഹനവും ക്ലേശകരവുമായ തത്വശാസ്ത്ര പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. അതായത് പഠിക്കാൻ കുറച്ച് പ്രയാസവും ആഴത്തിൽ പഠിക്കേണ്ടതും ഒക്കെ ആയിട്ടുള്ളതായതുകൊണ്ട് ഇതിനെ വേദങ്ങളുടെ അവസാന ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പഠിതാക്കളെ അവസാനം മാത്രമേ ഉപനിഷത്ത് പഠിപ്പിക്കുകയുള്ളൂ. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഈ ഉപനിഷത്തിന് ഒരു പേരുകൂടിയുണ്ട്, വേദാന്തം എന്നുകൂടി അറിയപ്പെടുന്നതും ഉപനിഷത്താണ്. ഓക്കെ, ഗുരുവിൻ്റെ അടുത്തിരിക്കുക എന്ന് അർത്ഥമുള്ള ഉപനിഷത്ത് എന്ന വാക്ക് ഉപനിഷത്ത് എന്നീ രണ്ട് വാക്കുകളിൽ, ഉപ എന്നൊരു വാക്ക്, നിഷത്ത്, ഈ രണ്ട് വാക്കുകളിൽ നിന്നാണ് ഉപനിഷത്ത് എന്ന വാക്കുണ്ടായത്. അതിൻ്റെ അർത്ഥം അടുത്തിരിക്കുക എന്നാണ്. പണ്ട് കാലത്തെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമുക്കറിയാമല്ലേ, ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. നമ്മൾ ഗുരുവിൻ്റെ വീട്ടിൽ പോയി താമസിക്കുക, കാട്ടിനകത്തായിരിക്കുമല്ലേ ഗുരുവിൻ്റെ വീട്, അവിടെ പോയി താമസിക്കുന്നു, ഗുരുവിന് വേണ്ടുന്ന സേവകളെല്ലാം ചെയ്തു കൊടുക്കുന്നു, ഗുരുവിന് വേണ്ടി വിറകൊടിക്കാൻ വനത്തിൽ പോകുന്നു, അല്ലേ? അന്നത്തെ കാലത്ത് എന്താണ്, വിദ്യാഭ്യാസം പൂർത്തിയായി കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അച്ഛനും അമ്മയും ഒക്കെ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത് വീട്ടിലേക്ക് വിദ്യാർത്ഥികളെ. ഇപ്പോഴാണെങ്കിൽ നമ്മൾ ഒരു അധ്യാപകൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് വലിയ പ്രശ്നമായിട്ട് മാറും. പണ്ടത്തെ കാലത്ത് ഗുരുവിന് വേണ്ടി ഗുരുസേവ ചെയ്തിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസം, ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ പവിത്രമായ ഒരു കാലമായിരുന്നു. അപ്പോൾ ചുറ്റുമിരുന്ന് അദ്ദേഹത്തിൽ നിന്ന് ജ്ഞാനം സമ്പാദിക്കുക, ഗുരുവിൽ നിന്നും അറിവ് നേടുക, ഗുരുശിഷ്യ പാരമ്പര്യ രീതിയാണത്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. ഉപനിഷത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉപനിഷത്ത് എന്നറിയപ്പെടുന്ന രണ്ട് വാക്കുകളിൽ നിന്നെടുത്തതാണ് ഈ ഉപനിഷത്ത് എന്നുള്ള വാക്ക്. അടുത്തിരിക്കുക എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഇത് വേദത്തിൻ്റെ അന്തിമ ഭാഗത്തെയാണ് ഉപനിഷത്ത് എന്നറിയപ്പെടുന്നത്. വളരെ ഗഹനവും ക്ലേശകരവുമായ തത്വശാസ്ത്ര പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്നവയായതിനാൽ തന്നെ പഠിതാക്കളെ ഏറ്റവും അവസാനം മാത്രമേ ഉപനിഷത്തുകൾ പഠിപ്പിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് ഇതിന് വേദാന്തം എന്നൊരു പേര് കൂടി ഉണ്ട്. ഗുരുവിൻ്റെ ചുറ്റുമിരുന്ന് അദ്ദേഹത്തിൽ നിന്ന് ജ്ഞാനം സമ്പാദിക്കുന്ന ഗുരുശിഷ്യ പാരമ്പര്യ രീതിയാണ് ഇതിലുള്ളത്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാലിയോഗ്രാഫി എന്തെന്ന് നിർവചിക്കാനാണ്. ഡിഫൈൻ പാലിയോഗ്രാഫി. നമുക്കറിയാം, പുരാതന ലിപികളുടെ പരിണാമത്തെക്കുറിച്ചുള്ള പഠനത്തെയാണ് പാലിയോഗ്രാഫി എന്നറിയപ്പെടുന്നത്. വൺ വേർഡിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പുരാതന ലിപികളുടെ പരിണാമത്തെക്കുറിച്ചുള്ള പഠനത്തെ എന്തെന്നറിയപ്പെടുന്നു? പാലിയോഗ്രാഫി എന്നാണ് അറിയപ്പെടുന്നത്. സംസ്കൃതം, തമിഴ് എന്നീ ഭാഷകളുടെ ലിപികൾ ബ്രഹ്മി ലിപിയിൽ നിന്ന് വന്നതാണെന്ന് പാലിയോഗ്രാഫി നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നു. അപ്പോൾ സംസ്കൃതം, തമിഴ് ഈ ഭാഷകളുടെ ലിപികൾ ഏതിൽ നിന്ന് വന്നതാണ്? ബ്രഹ്മി ലിപി, അതിൽ നിന്ന് വന്നതാണെന്ന് പാലിയോഗ്രാഫി നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നു, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നു. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. പുരാതന ലിപികളുടെ പരിണാമത്തെക്കുറിച്ചുള്ള പഠനത്തെയാണ് പാലിയോഗ്രാഫി എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഫോറിൻ ട്രാവലേഴ്സ്, അതായത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ അക്കൗണ്ട് ഓഫ് ഫോറിൻ ട്രാവലേഴ്സ്. വിദേശ സഞ്ചാരികൾ നൽകുന്ന വിവരങ്ങളെക്കുറിച്ച് എഴുതാനായിട്ടാണ്. നമുക്കറിയാം, വിദേശ സഞ്ചാരികളിൽ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ നമ്മുടെ രാജ്യത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. പണ്ടുകാലത്ത് എന്നിട്ട് നമ്മൾ ഇവിടെ നിന്നുള്ള സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവുമായ കാര്യങ്ങളെല്ലാം ഒപ്പിയെടുത്തിട്ടുണ്ട്. അവരുടെ കൃതികളിലൂടെ നമുക്കിന്ന് മനസ്സിലാക്കാനായിട്ടും സാധിക്കുന്നു. പ്രത്യേകിച്ച് ചൈനയിൽ നിന്നൊക്കെയുള്ള സഞ്ചാരികൾ, അല്ലേ? അപ്പോൾ വിനോദസഞ്ചാരികളുടെ യാത്രാ വിവരങ്ങൾ പൗരാണിക ഭാരത ചരിത്ര പുനർനിർമ്മിതിക്ക് അമൂല്യമായ വിവരങ്ങളാണ് നൽകുന്നത്. നമുക്ക് ഇന്നും നമ്മളെടുത്ത് വെച്ച് എന്താണ് നമുക്ക് അതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അന്ന് അവരൊക്കെ നൽകിയിട്ടുള്ള യാത്രാ വിവരണങ്ങളിൽ നിന്നാണ്.
ഒരു പൗരാണിക ചരിത്രകാരൻ അല്ലേ, ഏറ്റവും പ്രശസ്തനായ ഒരു പൗരാണിക ചരിത്രകാരനായിരുന്നു മെഗസ്തനീസ്. നമ്മൾ മെഗസ്തനീസ് എന്ന് കേൾക്കുമ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൃതിയായ ഇൻഡിക ഓർത്തിരിക്കുക, അങ്ങനെ ഒരു ഇതായിട്ട് ഓർത്തു വയ്ക്കുക. മെഗസ്തനീസിൻ്റെ കൃതിയാണ് ഇൻഡിക. അദ്ദേഹം ചന്ദ്രഗുപ്ത മൗര്യ ഒന്നാമൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ചരിത്രകാരനായിരുന്നു. അപ്പോൾ മെഗസ്തനീസിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകം അല്ലെങ്കിൽ കൃതിയാണ് ഇൻഡിക എന്നറിയപ്പെടുന്നത്. വളരെയേറെ ചരിത്രമൂല്യമുള്ള കൃതിയാണ് ഇൻഡിക. അതുപോലെ തന്നെ ടോളമിയുടെ ജിയോഗ്രഫി എന്ന് പറയുന്ന ഗ്രന്ഥം പൗരാണിക ഭൂമിശാസ്ത്രത്തെ പറ്റിയും വാണിജ്യത്തെ പറ്റിയുള്ള പഠനത്തിന് സഹായിക്കുന്നു, അല്ലെങ്കിൽ വിലയേറിയ വിവരങ്ങൾ നൽകുന്നു. ചൈനക്കാരായ സഞ്ചാരികളും നമ്മുടെ ഇന്ത്യൻ ചരിത്രങ്ങളെക്കുറിച്ച് ഒരുപാട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ചൈനീസ് സഞ്ചാരികളായിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഫാഹിയാൻ, ഹുയാങ്സാങ്, ഇറ്റ്സിങ്. ഇവർ 3 പേരുമാണ് പ്രധാനപ്പെട്ട ചൈനീസ് സഞ്ചാരികൾ. ഇതിൽ ഫാഹിയാൻ ഇന്ത്യയിലെത്തുന്നത് AD 399 അതിനുശേഷം അദ്ദേഹം AD 413 വരെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു. ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ ഭരണകാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവും മതപരവുമായ സ്ഥിതിവിശേഷങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദമായ വിവരണങ്ങൾ നൽകുന്നുണ്ട്. മനസ്സിലായല്ലോ. നെക്സ്റ്റ് ഹുയാങ്സാങ്, അദ്ദേഹം ഹർഷവർദ്ധനൻ്റെ ഭരണകാലത്ത് ഇന്ത്യ സഞ്ചരിച്ച ചൈനീസ് സഞ്ചാരിയായിരുന്നു. ഹുയാങ്സാങ് ഹർഷവർദ്ധനൻ്റെ കാലത്ത്. ഇദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് തന്നെ തീർത്ഥാടകരിലെ രാജകുമാരൻ എന്നറിയപ്പെട്ടിരുന്നു. ഇതൊക്കെ വൺ വേർഡിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. തീർത്ഥാടകരിലെ രാജകുമാരൻ എന്നറിയപ്പെട്ടിരുന്നത് ആര്? അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് എത്ര വൺ വേർഡ് നിങ്ങൾക്ക് കിട്ടും? മെഗസ്തനീസിൻ്റെ കൃതി ഏത്? ഇൻഡിക. മെഗസ്തനീസ് ഏത് ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ വന്നത്? അത് ചന്ദ്രഗുപ്ത മൗര്യൻ ഒന്നാമൻ്റെ കാലഘട്ടം. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ആയില്ലേ. അതുപോലെ തന്നെ ടോളമിയുടെ കൃതി ജിയോഗ്രഫി. പിന്നീട് ചൈനക്കാരായ സഞ്ചാരികളുടെ പേര്, 4ാമത്തെ ക്വസ്റ്റ്യൻ, ഫാഹിയാൻ, ഹുയാങ്സാങ്, ഇറ്റ്സിങ്. ഫാഹിയാൻ ഇന്ത്യയിലെത്തിയത് AD 399. ഏത് കാലം വരെ ഉണ്ടായിരുന്നു അദ്ദേഹം? AD 413 വരെ ഉണ്ടായിരുന്നു. അദ്ദേഹം ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ ഭരണകാലത്താണ് ഇന്ത്യയിലെത്തുന്നതും ആ സമയത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക, മതപരമായ സ്ഥിതിവിശേഷണങ്ങളും നമുക്ക് വിവരണങ്ങളായി നൽകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹുയാങ്സാങ് ഹർഷവർദ്ധനൻ്റെ ഭരണകാലത്ത് ഇന്ത്യ സന്ദർശിച്ചു. തീർത്ഥാടകരിലെ രാജകുമാരൻ എന്ന പേരിലാണ് ഹുയാങ്സാങ്ങിനെ അറിയപ്പെടുന്നത്. ഏതാണ്ട് ഒരു എത്ര വൺ വേർഡ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും. നിങ്ങളിതൊരു നോട്ട്ബുക്കിലേക്ക് എഴുതി സൂക്ഷിക്കുക, ഓരോ ചാപ്റ്ററിൽ നിന്ന് കിട്ടുന്നതും. ഓക്കെ. അപ്പോൾ തീർത്ഥാടകരിലെ രാജകുമാരൻ എന്ന പേരിൽ ഹുയാങ്സാങ് അറിയപ്പെടുന്നു. അപ്പോൾ ഇന്ത്യയിലെ അക്കാലത്തെ രാഷ്ട്രീയ സാമൂഹ്യ സ്ഥിതികളെക്കുറിച്ച് വിലയേറിയ വിവരങ്ങളാണ് ഹുയാങ്സാങ്ങിൻ്റെ സിയുക്കി എന്ന വിഖ്യാത ഗ്രന്ഥത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഹുയാങ്സാങ്ങിൻ്റെ ഗ്രന്ഥം സിയുക്കി. ഇതൊക്കെ കൂടാതെ തന്നെ ചില മുസ്ലിം ഗ്രന്ഥങ്ങളും പ്രാചീന ഭാരതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഭാരത ചരിത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിന് നമുക്ക് അതിനെക്കുറിച്ച് അറിയാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ അൽബറൂണിയുടെ തെഹ്കിക്ത ഹിന്ദ് എന്നുള്ളത്, അതുപോലെ ഹൈന്ദവ ആചാരങ്ങളുടെയും ശാസ്ത്രത്തിൻ്റെയൊക്കെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് അൽബറൂണിയുടെ തെഹ്കിക്ത ഹിന്ദ് എന്നുള്ള ഗ്രന്ഥം. അത് ഹിന്ദുക്കളുടെ ആചാരങ്ങളും അതിൻ്റെ ശാസ്ത്രവശങ്ങളും ഒക്കെ നമ്മെ മനസ്സിലാക്കി തരുന്നു. ഈ ഒരു ക്വസ്റ്റ്യനിലാണ് ഏറ്റവും കൂടുതൽ ഗ്രന്ഥങ്ങളും ഗ്രന്ഥകർത്താക്കളുടെ പേര്, ചൈനീസ് സഞ്ചാരികളുടെ പേര്, അതുപോലെ ഈ സഞ്ചാരികൾ ഏതൊക്കെ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത് എന്നുള്ള വിവരങ്ങളും എല്ലാം നമുക്ക് ലഭിക്കുന്നത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മറൈൻ ആർക്കിയോളജി. വാട്ട് ഈസ് നോൺ ആസ് മറൈൻ ആർക്കിയോളജി? എന്താണ് സമുദ്ര പുരാവസ്തു ശാസ്ത്രം? നമുക്കറിയാം, സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നടക്കുന്ന ഖനനത്തെ എന്തെന്ന് പറയുന്നു? സമുദ്ര പുരാവസ്തു ശാസ്ത്രം അല്ലെങ്കിൽ മറൈൻ ആർക്കിയോളജി എന്ന് പറയുന്നു. ഓരോ പ്രകൃതിക്ഷോഭങ്ങളോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്? പല തുറമുഖങ്ങളും ആവാസ കേന്ദ്രങ്ങളും ഒക്കെ സമുദ്രത്തിനടിയിൽപ്പെട്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടല്ലേ. അപ്പോൾ വൻ പ്രകൃതി ദുരന്തങ്ങളിലൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. തുറമുഖങ്ങളും ആവാസ കേന്ദ്രങ്ങളൊക്കെ കടലിനടിയിലേക്ക് അകപ്പെട്ടു പോകുന്നു. ഇത്തരം ആവാസ കേന്ദ്രങ്ങളുടെ ചരിത്രം മനസ്സിലാക്കാൻ സമുദ്ര പുരാവസ്തു ശാസ്ത്രം അല്ലെങ്കിൽ മറൈൻ ആർക്കിയോളജി നമ്മെ സഹായിക്കുന്നു. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നടക്കുന്ന ഖനനം, അതിനെയാണ് സമുദ്ര പുരാവസ്തു ശാസ്ത്രം അല്ലെങ്കിൽ മറൈൻ ആർക്കിയോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഈ പാർട്ട് 1 വീഡിയോയിൽ ഞാൻ ഈ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് 2 പാർട്ടുകളായിട്ടാണ് തിരിച്ച് പറഞ്ഞു തരുന്നത്. ഒറ്റ പാർട്ടായിട്ട് പറഞ്ഞാൽ ലെങ്തി ആയിപ്പോവും വീഡിയോ, അതുകൊണ്ട് 2 പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ യൂസ് ഓഫ് കാർബൺ 14 ഡേറ്റിംഗ്?
എന്താണ് കാർബൺ 14 ഡേറ്റിംഗ് രീതിയുടെ പ്രയോജനം എന്നുള്ളതാണ്. റേഡിയോ കാർബൺ ഡേറ്റിംഗ് അല്ലെങ്കിൽ കാർബൺ ഡേറ്റിംഗ്, കാർബൺ 14 ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നു അല്ലേ. അതായത് കാർബണിൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പായ റേഡിയോ കാർബണിൻ്റെ ഗുണവിശേഷങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജൈവ വസ്തുക്കളടങ്ങിയ ഒരു വസ്തുവിൻ്റെ പ്രായം നിർണ്ണയിക്കുന്ന രീതി. മനസ്സിലായല്ലോ? ജൈവ വസ്തുക്കളുടെ അല്ലേ, ജൈവ വസ്തുക്കൾ അടങ്ങിയ ഒരു വസ്തുവിൻ്റെ പ്രായം നിർണ്ണയിക്കുന്ന രീതിക്കാണ് കാർബൺ 14 ഡേറ്റിംഗ് എന്ന് അറിയപ്പെടുന്നത്. കാർബണിൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പായ റേഡിയോ കാർബണിൻ്റെ ഗുണസവിശേഷതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് 1940കളുടെ അവസാനത്തിൽ ചിക്കാഗോ സർവകലാശാലയിൽ വില്ലാർഡ് ലിബിയാണ് ഈ രീതി വികസിപ്പിച്ചെടുത്തത്. ചിക്കാഗോ സർവകലാശാലയിൽ വില്ലാർഡ് ലിബി എന്ന് പറയുന്ന വ്യക്തി വികസിപ്പിച്ചെടുത്തതാണ് 1940 കാർബൺ 14 ഡേറ്റിംഗ്. മനസ്സിലായല്ലോ? അതായത് ജീവനുള്ള എല്ലാ വസ്തുക്കളിലും എന്തുണ്ടാകും, കാർബണിൻ്റെ ഐസോട്ടോപ്പ് അല്ലേ, അത് ഒരേ നിരക്കിലാണ് അതിൽ ക്ഷയം സംഭവിക്കുക. ജീവനുള്ള വസ്തു മരിക്കുന്നതിലൂടെ അതിലെ കാർബൺ 14 ക്ഷയം സംഭവിച്ചു തുടങ്ങും. ആ ക്ഷയം ഒരേ നിരക്കിലായിരിക്കും. ഒരു പൗരാണിക വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ 14 നഷ്ടം അളന്നാൽ അതിൻ്റെ കാലവും നമുക്ക് നിർണ്ണയിക്കാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇത് പാർട്ട് 1 വീഡിയോയാണ്. ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പാർട്ട് 2 വീഡിയോയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്